എവിടെയെങ്കിലും ഒരു സ്വർഗമുണ്ടോ? മരണമില്ലാത്ത, രോഗങ്ങളില്ലാത്ത, വിഷാദമില്ലാത്ത ഒരു സ്ഥലം. ബൈബിൾ പറയുന്നു ഉണ്ടായിരുന്നു. ഏദൻ തോട്ടം. മനുഷ്യൻ ആദ്യമായി ശ്വാസമെടുത്ത മണ്ണ്. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് ആ തോട്ടത്തിന്റെ വാതിലുകൾ നമുക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. കാവലായി തീജോല പോലെയുള്ള വാളുമായി മാലാഖമാർ നിന്നു. നൂറ്റാണ്ടുകളായി മനുഷ്യൻ തിരയുകയാണ്, എവിടെയാണ് ആ ഏദൻ തോട്ടം? അത് വെറുമൊരു കഥയാണോ? അതോ ഇന്നും ഭൂമിയുടെ ഏതോ ഒരു കോണിൽ നമ്മളിൽ നിന്നും മറയ്ക്കപ്പെട്ട് അത് നിലനിൽക്കുന്നുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആ രഹസ്യത്തിലേക്കാണ്. വെൽക്കം ടു യേശു നല്ല ഇടയൻ, ഹിസ്റ്ററി ഓഫ് ബൈബിൾ. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ഏദേനെ കുറിച്ച് കൃത്യമായ ചില ഭൂമിശാസ്ത്രപരമായ സൂചനകൾ തരുന്നുണ്ട്. ബൈബിൾ പറയുന്നു, ഏദേനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ട് തോട്ടം നനച്ചു. അവിടെ നിന്നും അത് 4 ശാഖകളായി പിരിഞ്ഞു. 1 പീശോൻ, ഹെവില്യ ദേശത്തെ ചുറ്റി ഒഴുകുന്ന നദി. 2 ഗീഹോൻ, കൂഷ് ദേശത്തെ ചുറ്റി ഒഴുകുന്നത്. 3 ഹിദേക്കൽ, അശ്ശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നത്. 4 ഫ്രാത്ത്, നമ്മളൊക്കെ കേട്ടിട്ടുള്ള യൂഫ്രട്ടീസ് നദി. ഇതിൽ ടൈഗ്രീസും യൂഫ്രട്ടീസും ഇന്നും ഭൂമിയിലുണ്ട്. ഇറാഖ്, സിറിയ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ അവ ഇന്നും ഒഴുകുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി 2 നദികൾ എവിടെ പോയി? അവിടെയാണ് ഈ രഹസ്യത്തിന്റെ തുടക്കം. ഏറ്റവും പ്രമുഖമായ ആദ്യത്തെ സിദ്ധാന്തം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നത്തെ ഇറാഖ് അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് മേഖലയാണ്. പുരാതന മെസോപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്ന സ്ഥലം. ശാസ്ത്രജ്ഞർ സാറ്റലൈറ്റ് ഇമേജുകൾ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം കണ്ടെത്തി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഉണങ്ങിപ്പോയ 2 നദീതടങ്ങൾ ഇറാഖിലും കുവൈറ്റിനും ഇടയിലാണ്. അത് ബൈബിളിൽ പറയുന്ന പീശോനും ഹീഗോനുമാകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രശസ്ത പുരാവസ്തു ഗവേഷകനായ പുരാലിസ് ഒഫീഷ്യൽ പറയുന്നത്. പണ്ട് ഹിമയുഗം കഴിഞ്ഞ സമയത്ത് ഇന്നത്തെ പേർഷ്യൻ ഗൾഫ് ഒരു വരണ്ട താഴ്വരയായിരുന്നു. വളരെ ഫലപുഷ്ടമായ ഒരിടം. ടൈഗ്രീസും യൂഫ്രട്ടീസും ഉൾപ്പെടെ 4 നദികൾ സംഗമിക്കുന്ന സ്ഥലം. പിന്നീട് സമുദ്രനിരപ്പ് ഉയർന്നപ്പോൾ ആ പ്രദേശം വെള്ളത്തിനടിയിലായി. അതായത് നമ്മൾ തിരയുന്ന ഏദേൻ തോട്ടം ഇന്ന് പേർഷ്യൻ ഗൾഫിന്റെ ആഴക്കടലിൽ മുങ്ങിപ്പോയിരിക്കാം. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. മറ്റു ചില ഗവേഷകർ പറയുന്നത് ഏദൻ തോട്ടം അർമേനിയയിലാണ് എന്നാണ്. കാരണം ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദികളുടെ ഉത്ഭവം വാൻ തടാകത്തിന് അടുത്തുള്ള അർമേനിയൻ പീഠഭൂമിയിലാണ്. മലനിരകളാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ആ സ്ഥലം കാവൽ മാലാഖമാർക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ ഇടമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. മറ്റൊരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മനുഷ്യന്റെ ഉത്ഭവം ആഫ്രിക്കയിലാണ് എന്നാണ്. DNA പരിശോധനകൾ വഴി മനുഷ്യന്റെ ആദ്യ മാതാപിതാക്കൾ ജീവിച്ചിരുന്നത് ആഫ്രിക്കയിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബൈബിളിലെ ഗീഹോൻ നദി നൈൽ നദിയാണെന്നും അതുകൊണ്ട് ഏദേൻ ആഫ്രിക്കയിലാണെന്നും വിശ്വസിക്കുന്നവരുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ് സത്യം? ഇറാഖോ, അർമേനിയയോ, ആഫ്രിക്കയോ? ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്, മനുഷ്യൻ പാപം ചെയ്തതിനു ശേഷം ദൈവം അവനെ ഏദേനിൽ നിന്ന് പുറത്താക്കി കിഴക്കു ഭാഗത്ത് കെരൂബുകൾ എന്ന മാലാഖമാരെയും ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ ചൂഴ്ന്നുകൊണ്ടിരിക്കുന്ന തീച്ചുഴലി വാളും നിർത്തി. അതിനർത്ഥം ഏദേൻ തോട്ടം എന്നത് കേവലം ഒരു ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ മാത്രമല്ല, അത് മറ്റൊരു ഡയമെൻഷൻ കൂടിയാണ്. ഒരുപക്ഷെ നോഹയുടെ കാലത്തുണ്ടായ മഹാപ്രളയത്തിൽ ആ തോട്ടം പൂർണ്ണമായി ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ടിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇന്നും അതിന്റെ മുകളിലൂടെ നടക്കുന്നുണ്ടാകാം. പക്ഷേ ദൈവീകമായ ആ മൂടുപടം കാരണം നമ്മുടെ കണ്ണുകൾക്ക് അത് കാണാൻ കഴിയുന്നില്ല. ഏദേൻ തോട്ടം എവിടെയാണെങ്കിലും അത് മനുഷ്യന് നഷ്ടപ്പെട്ട ആത്മീയ ശാന്തിയുടെ പ്രതീകമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഏദേൻ തോട്ടം ഇറാഖിലെ കടലിനടിയിലാണോ അതോ അർമേനിയയിൽ മലനിരകളിലാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി.